ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ്ലെസ് വാനില കേക്കാണ്. ഈ വാനില കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ബേസ് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേക്ക് ജെൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിനായിട്ട് 1.25 കപ്പ് മൈദയും ഒരു നുള്ളു ഉപ്പ്, അതല്ലെങ്കിൽ 1/8 ടീസ്പൂണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ കട്ടയൊക്കെ ഇല്ലാതെ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു ബൗളിനകത്തേക്ക് 3/4 കപ്പ് പ്ലെയിൻ വാട്ടർ എടുക്കാം. സാധാരണ പച്ചവെള്ളമാണ്. അതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബീറ്റർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കേക്ക് ജെല്ലാണ്. കേക്ക് ജെല്ല് നമുക്ക് ബേക്കറി സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അത് ചേർത്ത് കൊടുക്കാം. അതിൽ സ്പൂണിനകത്തൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിക്കും വടിച്ചിട്ട് കൊടുക്കണം. കാരണം 1 ടീസ്പൂൺ എന്നുള്ളത് നമ്മുടെ അളവാണ്, കൃത്യമായിട്ടുള്ള. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഇലക്ട്രിക് ബീറ്ററോ അതല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എത്രത്തോളം ബീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത അതേ ഒരു സ്റ്റേജിലെത്തും. എഗ് വൈറ്റ് ബീറ്റ് ചെയ്താൽ നമുക്കത് കമഴ്ത്തി പിടിച്ച് കഴിഞ്ഞാലും വീഴാത്തൊരു പൊസിഷനിലെത്തില്ല. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ആണ് നമ്മൾ ബീറ്റിങ് നിർത്തേണ്ടത്. ഇപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മൾ വിസ്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പീക്സായിട്ടിത് ഇങ്ങനെ പൊങ്ങി വരും. അത്രയും ഒരു സ്റ്റേജിലെത്തിയാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. കുറച്ചൊരു 10 മിനിറ്റോളം എടുക്കും ഇത്രയും ബീറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പാല് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതിന് പകരമാണ് പാൽപ്പൊടി ഉപയോഗിച്ചിട്ടുള്ളത്. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് മിക്സായി വരുന്ന അത്രയും മിക്സാക്കിയാൽ മതി. ഒരുപാട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തത് താഴ്ന്നു പോകുന്നത് പോലെ തന്നെ ഇതും താഴ്ന്നു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഞാനിതിവിടെ മുഴുവനായിട്ടും ഫ്ലോർ ഇതിനകത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് ഓയിലും, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ചേർക്കാം. ഞാനിപ്പോൾ ബട്ടർ ചേർത്തിട്ടില്ല, പകരം ഇതിലേക്ക് ബട്ടറിൻ്റെ എസൻസും മിൽക്കിൻ്റെ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലെല്ലാം നമ്മൾ പാൽപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാലിൻ്റെ എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ഫ്ലേവറും നമുക്ക് ബേക്കറി സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. 100 ഗ്രാമിൻ്റെ 100 ml ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു 3-4 ഡ്രോപ്സ് മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ബട്ടർ എസൻസ് ആയാലും അതല്ലെങ്കിൽ മിൽക്ക് എസൻസ് ആയാലും, മിൽക്ക് ഫ്ലേവർ അല്ലെങ്കിൽ ബട്ടർ ഫ്ലേവർ എന്നാണ് ബോട്ടിൽ ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇനി ബേക്ക് ചെയ്യാനുള്ള മോൾഡിനകത്തേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് നേരത്തെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരല്പം മൈദ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. വലിയ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള, ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളൊരു വെസലാണിത്. അലുമിനിയത്തിൻ്റെ ഒരു ചെമ്പാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാറ്റർ വെച്ച് ഒന്ന് അടച്ച് വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ 45 മുതൽ 55 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 45 മിനിറ്റ് ബേക്കാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ഓരോരുത്തരുടെയും ഇതിൻ്റെ അളവ് ഫ്ലെയിമിനനുസരിച്ച് കുറച്ച് സമയത്തിൽ വ്യത്യാസം വരും.
അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്ത് വരാനായിട്ടൊരു വയർ റാക്കിനകത്തേക്ക് മാറ്റി കൊടുക്കാം. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ മോയ്സ്ചർ ആയിട്ടുള്ള ഒരു കേക്കാണിത്. നല്ല സ്പോഞ്ച് പോലെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്തേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫ് പീക്സായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കേക്ക് ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് 2 ലെയറായിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ കേക്ക് ഞാൻ മുറിച്ച് കാണിക്കാതെ ഇരുന്നത് ഇത് നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കേക്ക് തന്നെ കട്ട് ചെയ്ത് കാണിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബേസ് കേക്കിൻ്റെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്. അതുപോലെ നമുക്ക് അതിൻ്റെ കോസ്റ്റും വളരെ കുറവാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ലെയർ ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് നനച്ച് കൊടുക്കാം. അതിനുശേഷം ഒരല്പം ക്രീം ഇതിൻ്റെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. കേക്ക് നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂസ് ഒന്നും കാണിക്കാത്തത്. കഴിഞ്ഞ ദിവസം ഫ്ലവർ കേക്ക് ഉണ്ടാക്കിയപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു ഫ്ലവർ ഉണ്ടാക്കിയത് കാണിക്കണമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് മുകൾ ഭാഗത്തും സൈഡിലൊക്കെ നല്ലതുപോലെ കവർ ചെയ്തതിന് ശേഷം നമുക്കൊരു കോമ്പ് ഉപയോഗിച്ച് വേണമെങ്കിൽ മാത്രം ഒരു കോമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ച് നന്നായി ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോമ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല, അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. സൈഡും ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുകൾ ഭാഗത്തുള്ളത് വടിച്ചെടുത്തതിന് ശേഷം മുകൾ ഭാഗത്തും ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ കയ്യിൽ കോമ്പ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ കൈ അനക്കാതെ വെക്കുക. അതിന് ശേഷം നമ്മുടെ റൊട്ടേറ്റിംഗ് ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള എഫക്റ്റ് നമുക്ക് കേക്കിൽ കിട്ടും. അല്ലാതെ നമ്മളെ കൈ വെച്ചിട്ട് റൗണ്ടിൽ ചുറ്റിച്ചെടുക്കാൻ ശ്രമിക്കരുത്. കൈ എവിടെയാണോ പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ വെക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയപ്പം ബാക്കിയുള്ള കുറച്ച് ക്രീം ബാക്കി വന്നിട്ടുള്ളൊരു കവറാണിത്. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം അധികം ഉണ്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തപ്പം കളർ കുറച്ച് കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ക്രീം എടുത്തിട്ട് ഒരല്പം കളർ ചേർത്തിട്ട് ഇതുപോലെ ഒന്നാകെ സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം സെൻട്രലായിട്ട് കളർ ചേർക്കാത്ത ക്രീം കൊടുക്കുക. നമുക്കൊരു 2 ടോൺ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്രീം ബാഗിൽ കളർ ക്രീം ബാഗിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് വേണം നമ്മൾ വൈറ്റ് ക്രീം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ എൻഡിലുള്ള ഭാഗം ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിവാക്കണം. അതിൽ നല്ല കളറുള്ള ക്രീമായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഇതുപോലെ മറ്റൊരു പൈപ്പിംഗ് ബാഗിൽ എൻഡ് കട്ട് ചെയ്ത് ഒരു നോസിലിട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പൈപ്പിംഗ് ബാഗ് ഇറക്കി കൊടുക്കുക. എന്നിട്ട് അതല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ടിപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് എന്ത് ഡെക്കറേഷനാണോ വേണ്ടത് അത് നമുക്ക് കേക്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഡബിൾ ഷെയ്ഡുള്ള ഒരു ഡെക്കറേഷനാണ് നമുക്ക് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാനിത് എടുത്തപ്പോൾ കളർ ക്രീം കുറച്ച് ബാഗിൽ എക്സ്ട്രാ കുറച്ച് കൂടുതലായിട്ടുണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഇതിന് കൂടുതലായിട്ട് ഒരു കളർ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉണ്ടായാൽ മതി. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് വൈറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ ആ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട്, സൈഡിലും അതുപോലെ മുകൾ ഭാഗത്തും. ഇനി നമുക്ക് കുറച്ച് ഷുഗർ പേൾസാണ്, ഇത് സിൽവർ പേൾസാണ്, വളരെ ചെറുതായിട്ടുള്ള സിൽവർ പേൾസ് കുറച്ച് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ജസ്റ്റ് ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഡെക്കറേഷൻസൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പീൻ്റെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എഗ്ലെസ് ആയിട്ടുള്ള ഈ കേക്ക് ജെല്ല് വെച്ച് ചെയ്യുന്ന കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.